മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പിരിച്വൽ ലോസിനകത്ത് അടുത്ത നിയമം, സ്പിരിച്വൽ ലോ ആയിട്ടുള്ള ദ ലോ ഓഫ് ഗ്രേറ്റ്നെസ്, മഹത്വത്തിൻ്റെ എന്ന് വെച്ചാൽ വലിയവനാകുന്ന ഒരു നിയമത്തെക്കുറിച്ചാണെന്ന് പഠിക്കുന്നത്. ഇത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ദ ഡിഗ്രി ഓഫ് ഗ്രേറ്റ്നെസ്, നിങ്ങൾ എത്രയും വലിയ മഹത്വം, ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന മഹത്വം എന്നുള്ളതാണ്. ഗ്ലോറിയൊക്കെ ഉപരിയായിട്ട് ഗ്രേറ്റ്നെസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. യു വിൽ അച്ചീവ് ദ ഡിഗ്രി ഓഫ് ഗ്രേറ്റ്നെസ്, യു വിൽ അച്ചീവ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് ജയൻറ്റ് യു കിൽ. നിങ്ങൾ കൊല്ലുന്ന രാക്ഷസൻ്റെ സൈസ് അനുസരിച്ചിരിക്കും നിങ്ങൾ വലിയ ആളാകുന്നത്. രാക്ഷസൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്ര ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഗ്രേറ്റ്നെസ് വരുന്നത്. ഇത് മാജിക് അല്ല, ഇത് അങ്ങനെ ചെയ്യുന്ന കാര്യമാണ്. ദൈവം നമ്മൾ ഈ ലോകത്തിൽ വലിയ ആളുകളാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അബ്രാഹാമിനോട് ദൈവം എന്തോ പറഞ്ഞേ? ഞാൻ നിന്നെ വലിയവനാക്കും, നീ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ദൈവം പറഞ്ഞാണ്. ഇത് അബ്രാഹാമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അബ്രാഹാമിൽ കൂടെ ഇതാണ് നമുക്ക് വന്ന പ്രോമിസുകളാണ്. ഞാൻ നിന്നെ വലിയവനാക്കും, നീ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതുപോലെ തന്നെ ദൈവം ഇസ്രായേലിന് മഹത്വം ഓഫർ ചെയ്യുന്നുണ്ട്. ആവർത്തന പുസ്തകം 28:13 ആവർത്തനം 28, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. നമ്മൾ ഉയർച്ച പ്രാപിക്കാനായിട്ട്, താഴ്ച പ്രാപിക്കാതെ ഉയർച്ച പ്രാപിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ ദൈവം ഭൂമിയിൽ തൻ്റെ ജനം വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. വലിയ കാര്യങ്ങൾ ഇന്നും ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ദാനിയേൽ 11:32 നമുക്ക് അറിയാവുന്ന, യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഗ്രേറ്റ്നെസ് കമാൻഡ്സ് റെസ്പെക്റ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ വലിയ ആളുകൾ ആണെങ്കിൽ നിങ്ങളെ ജനം ബഹുമാനിക്കും, ജനം നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾക്കറിയത്തില്ലേ, ചീഫ് മിനിസ്റ്റർ പോകുന്നു, പ്രൈം മിനിസ്റ്റർ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കത്തില്ലേ? നിങ്ങളൊരു റെസ്പെക്റ്റബിൾ പേഴ്സൺ ആയാൽ നിങ്ങൾ സുവിശേഷം പറഞ്ഞാലും അത് കൂടുതൽ എഫക്റ്റീവ് ആവും. ഒരു ലോക്കലായിട്ട് ഒരാൾ പോയി സുവിശേഷം പറയുന്നതും ഒരു റെസ്പെക്റ്റബിളായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണം പറയാൻ IAS ഉള്ള ഒരാൾ പോയിട്ട് സുവിശേഷം പറയുമ്പോഴേ ആളത് ശ്രദ്ധിക്കും, കുറച്ചും കൂടെ ശ്രദ്ധിക്കും. ഒരു സാധാരണ പോയൊരു അവനൊരു സുവിശേഷം പറയുന്നു എന്നുള്ളതിനപ്പുറമായിട്ട് അവനൊരു റെസ്പെക്റ്റബിൾ പൊസിഷനിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവൻ സുവിശേഷം പറയുമ്പോഴത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. കാരണം അവനൊരുപാട് പഠനമുള്ളതാണ്. അവനൊരു അത് നമ്മൾ ഇപ്പം തന്നെ കേരളത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. കേരളക്കാരെ ഉദ്ദേശിച്ച് നമ്മൾ പറയുന്നതാണല്ലോ. നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഇടയ്ക്ക് ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, എന്താണ് അയാൾ ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കും. എന്ന് പറയുന്ന പോലെ സാധാരണ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത്രയും ശ്രദ്ധിക്കത്തില്ല. ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ അത്രയും ശ്രദ്ധിക്കത്തില്ല. അവിടെ ഞാൻ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞു വേണം. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഇത് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, ഉൽപ്പത്തി പുസ്തകം 13:2 പറയുന്ന കാര്യമാണ്. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അതുകൊണ്ട് അവനെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. രാജാക്കന്മാർ പോലും അവനെ ബഹുമാനിച്ചിരുന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. 13:2. അബ്രഹാം വലിയ വീര്യപ്രവൃത്തിയൊക്കെ ചെയ്ത മനുഷ്യനാണ്. ഉൽപ്പത്തി പുസ്തകം 14:14 തൻ്റെ സഹോദരനെ, ഇവിടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ലോത്തിനെയാണ്, ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. എന്നിട്ട് 318 ട്രെയിൻഡ് സെർവൻസ് അബ്രഹാമിനുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ ജനിച്ചവരാ. ഇത്രയും വലുതാണോ? ഇനിയും ഈ ഉൽപ്പത്തി പുസ്തകം 14:21 തൊട്ട് താഴോട്ടുള്ള വാക്യം 24 വരെയുള്ള വാക്യങ്ങളിലെ സോദോം രാജാവ് അവന് പല ഓഫറുകൾ കൊടുത്തു. എന്നാൽ അവനത് ആ ഓഫറൊക്കെ നിരസിച്ചു. വലിയ മനുഷ്യനായിരുന്നു. അവനൊന്നും വേറൊരാൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലും വേണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 24:35 സാറ മരിച്ചപ്പോൾ
വേറൊരാളുടെ സ്ഥലത്ത് കൊണ്ടുപോയി അടക്കാതെ സ്വന്തം സ്ഥലം വാങ്ങി സാറായി അടക്കിയതായിട്ട് കാണുന്നു. ഇനി അബ്രഹാമിന് ദൈവം വലിയ ബഹുമാനമൊക്കെ ഓഫർ ചെയ്ത് കൊടുത്തിരുന്നെങ്കിലും അവൻ വലിയൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്താണ്? അവന് പ്രായമായിട്ടും കുഞ്ഞില്ല എന്നുള്ളൊരു കാര്യം. അവൻ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെട്ടു. എന്നിട്ടും അവന് ഇസാക്കിനെ ബലി കഴിക്കാനായിട്ട് ദൈവം അവനെ വിളിച്ചിട്ട് ഇടയ്ക്ക് ദൈവം ഇടപെട്ടതായിട്ടുമൊക്കെ ഉൽപ്പത്തി പുസ്തകം 22:16-18 വരെ ഇങ്ങനെ ഈ ടെസ്റ്റുകളിലെല്ലാം തന്നെ അവൻ പാസ്സായി. നമ്മുടെ വിഷയം എന്താണ്? ഗ്രേറ്റ്നെസ് ആണ്, ദ ലോ ഓഫ് ഗ്രേറ്റ്നെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവൻ പാസ്സായതുകൊണ്ട് അവൻ്റെ മഹത്വം വർദ്ധിച്ചു. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം 6:13-14 വാക്യങ്ങൾ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട്, ശ്രദ്ധിക്കണേ, തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചു. അതെന്ന് വെച്ചാൽ അബ്രഹാമിനെ പോലെ വലിയവനായിട്ടുള്ള വേറൊരാളില്ലായിരുന്നു. ഇങ്ങനെ പല ടെസ്റ്റുകൾ കൂടി അവനെ കടത്തി വിട്ടിട്ടാണ് അവൻ വലിയവനായത്. ദാവീദ് ഒരു ഇടയബാലനായിരുന്നു. അവന് വീട്ടിൽ പോലും സ്ഥാനമില്ലായിരുന്നു. ശമൂവേൽ അവനെ തിരഞ്ഞെടുത്ത് ശൗലിന് പകരം ഒറ്റയ്ക്ക് ഗോലിയാത്തിനെ തോൽപ്പിച്ചിട്ട് ഒരു രീതി പറഞ്ഞാൽ അവരൊരു ഇൻസ്റ്റൻറ്റ് സെലിബ്രിറ്റിയായി. ഒറ്റ രാത്രി കൊണ്ട് ദാവീദിൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചു. നിങ്ങൾ പലരും അനേകം ആളുകൾ ആയിട്ട് നേടാത്ത ഒരു കാര്യം ഒറ്റ ദിവസം കൊണ്ട് നേടിയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ജയൻറ്റിനെ തോൽപ്പിച്ചാൽ നിങ്ങൾ വലിയവനാവും. വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ നേടിയാൽ ദൈവത്തിൻ്റെ കീർത്തി ലിസ്റ്റിൽ നിങ്ങൾ വരും. ദാനിയേൽ പറയുന്ന പോലെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇന്ന് ദൈവം ഈ രീതിയിലുള്ള ആളുകളെയാണ് അന്വേഷിക്കുന്നത്. ഇന്ന് പലരും ഈ രാക്ഷസന്മാരെ ഫേസ് ചെയ്യാൻ ഭയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്? അവർ തോട്ടിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പലരും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല. കാരണം എന്താണ്? അവർക്ക് ഈ രാക്ഷസന്മാരെ കണ്ടപ്പം പേടിയായി. ഇന്ന് പലരും ഈ ഗ്രേറ്റ്നെസ് വരാത്തതിൻ്റെ കാരണം ഈ രാക്ഷസന്മാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തതിലാണ്. അതുകൊണ്ട് ടു അച്ചീവ് ഗ്രേറ്റ്നെസ് യു മസ്റ്റ് ക്യാരി ബിഗ് ഡ്രീംസ് ആൻഡ് എ ബോൾഡ് ആൻഡ് ഫിയർലെസ് ഫെയ്ത്ത്. നമുക്ക് ഒരു ബോൾഡായിട്ട് ധൈര്യത്തോടു കൂടിയുള്ള അല്ലെ പേടിയില്ലാത്തതായിട്ടുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അവന് അടിമത്വം എന്ന ഒരു സ്ലേവറി എന്ന് പറഞ്ഞൊരു ജയൻറ്റിനെ ജയിക്കേണ്ടി വന്നു. അതുമാത്രമല്ല, സെക്ച്വൽ ആക്ട്, ലൈംഗികപരമായിട്ടൊരു അവനെ പിടിച്ചോണ്ട് വന്നത്, അതിൽ നിന്ന് അവന് ജയിക്കേണ്ടി വന്നു. അവനിലിട്ട ദൈവത്തിൻ്റെ ഗിഫ്റ്റായ സ്വപ്ന വ്യാഖ്യാനം അവൻ ഉപയോഗിക്കേണ്ടി വന്നു. ഇതെല്ലാം അവനെ ഈജിപ്തിൻ്റെ പ്രൈം മിനിസ്റ്ററാക്കി. ഡാനിയലിൻ്റെ ജീവിതം അതുപോലെയായിരുന്നു. നോ കോംപ്രമൈസ്, എങ്ങോട്ടും ഒരു കോംപ്രമൈസ് ഇല്ല. യൂസിങ് ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള വിശ്വാസം മാത്രം. അതുകൊണ്ട് അവന് ദൈവത്തിൻ്റെ വിശ്വാസ പട്ടികകളിൽ ഒരു പ്രഥമ സ്ഥാനം വന്നു. അതുകൊണ്ട് ഈ യൂസ് യുവർ ഫെയ്ത്ത് ടു അച്ചീവ് സംതിങ് ബിഗ് ഫോർ ഗോഡ്. നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾ ദൈവത്തിന് വലിയ കാര്യങ്ങളെ ചെയ്യണം. അതുകൊണ്ട് ദിസ് ഈസ് ദ ലോ ഓഫ് ഗ്രേറ്റ്നെസ്. വിശ്വാസത്താലെ നിങ്ങൾ ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യുന്ന ഒരു വ്യക്തി. യെസ്, ചില ത്യാഗങ്ങളും ചില മിറക്കിൾസ് അല്ല, ചില വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അടുത്ത ഒരു ലോയുടെ പറഞ്ഞിട്ട് നമ്മുടെ ഈ സ്പിരിച്വൽ ലോസ് ഞാൻ എൻഡ് ചെയ്യുകയാണ്. ദ ലോ ഓഫ് സക്സസ്, വിജയത്തിൻ്റെ ഒരു നിയമം. ഇതൊരു പ്രധാനപ്പെട്ട നിയമമാണ്, വിജയത്തിൻ്റെ നിയമം. നിങ്ങൾ എല്ലാവരോടും സ്നേഹത്തോടെ നടന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയികളാവും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരോടും സ്നേഹത്തോടെ വർത്തിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയികളാവും. കാരണം സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ലവ് നെവർ ഫെയിൽസ്. ലവ് നെവർ ഫെയിൽസ്. ലവ് നെവർ ഫെയിൽസ്. സ്നേഹം ഒരിക്കലും തോൽക്കുകയില്ല. 1 Corinthians 13:8. അതുകൊണ്ട് സ്നേഹത്തിൽ നടന്നാൽ അതൊരിക്കലും തോൽക്കത്തില്ല. ലവ് ഹിയർ മെൻഷൻ, ഇവിടെ പറയുന്ന ലവ് എന്ന് പറയുന്നത് അഗപ്പെ ലവ് ആണ്, അൺകണ്ടീഷണൽ ലവ് ആണ്.
1 കൊരിന്ത്യർ 13 പറയുന്ന സ്നേഹമാണ്. ആളുകളാണെങ്കിൽ നമ്മളെ നിങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ നിങ്ങളെ വേദനിപ്പിക്കും. നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നതിൽ അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിക്കുക. സ്നേഹത്തിൽ നിന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ അത് തടസ്സപ്പെടുത്തും. ഗലാത്യർ 5:6 ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിൽ യേശുവിൽ പരിച്ഛേദനയില്ല, അഗ്രഹർമ്മവുമില്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. ഫെയ്ത്ത് വിച്ച് വർക്കത്ത് ബൈ ലവ്. Faith which worketh by love. Your faith will not work if you don't walk in love. നിങ്ങൾ സ്നേഹത്തിൽ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കുകയില്ല. കാരണം ഇവിടെ പറയുന്നു ഫെയ്ത്ത് വിച്ച് വർക്കത്ത് ബൈ ലവ്. സ്നേഹത്താൽ മാത്രമേ വിശ്വാസം വർക്ക് ചെയ്യുള്ളൂ. 1 പത്രോസ് 3:7 ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ചേർന്നുള്ള ജീവിതത്തിലെ അവിടെ പറയുന്ന കാര്യമാണ്, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിപ്പാൻ നിങ്ങൾ സ്നേഹത്തിൽ വിവേകത്തോട് ഭാര്യമാരോട് ജീവിക്കണമെന്ന് പറയുന്ന ഭാവം. നോട്ട് വാക്കിംഗ് ഇൻ ലവ്. സ്നേഹത്തിൽ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പോലും മുടങ്ങിപ്പോകാം. അതുകൊണ്ട് ഏറ്റവും പ്രധാനമാണ് സ്നേഹത്തിൽ നടക്കുക എന്നുള്ളത്. ഫൊർഗീവ്നെസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ക്ഷമിക്കാനായിട്ട്. ക്ഷമിച്ചെങ്കിൽ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. മർക്കോസ് 11:25 നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾ ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞല്ലോ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് പറയുന്നത്, ക്ഷമിക്കുക എന്നുള്ളത്. യോസഫിൻ്റെ ജീവിതം നമുക്കറിയാമല്ലോ. സഹോദരങ്ങൾ അവനെ കൊല്ലുവാൻ നോക്കി, അവനെ പൊട്ടക്കിണറിലിട്ടു, അവനെ ഒരു അടിമയായിട്ട് വിറ്റു. പോത്തിഫറിൻ്റെ ഭവനത്തിൽ അവനൊരു അടിമയായി വന്നു. പോത്തിഫറിൻ്റെ ഭാര്യ അവനെ കയറി പിടിച്ചു. അവനത് ഓടിക്കഴിഞ്ഞ അവസാനം അവന് കാരാഗ്രഹത്തിലായി. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 49:24 പറയുന്നത്, അവൻ്റെ വില്ല് ഉറപ്പോട് നിന്നു, അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കയ്യാലെ ബലപ്പെട്ടു. ഹീ സ്ട്രെങ്തൻഡ് ഹിംസെൽഫ് ഇൻ ഗോഡ്. അവൻ ദൈവത്തിൽ തന്നെ ശക്തി പ്രാപിച്ചതായിട്ട് കാണുന്നു. ദ ലോ ഓഫ് സക്സസ്. സ്നേഹത്തിൽ സഹോദരങ്ങളോട് സ്നേഹം കാണിച്ചതിനാൽ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു സക്സസ് വന്നതായിട്ട് കാണും. ഹി റെഫ്യൂസ് ടു ഓവർടേക്ക് ബൈ ഹെയ്റ്റ് ഓർ ബിറ്റർനെസ്. അതിനാൽ അവൻ പ്രൈം മിനിസ്റ്ററായി. ജോസഫിൻ്റെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് അവൻ സ്നേഹത്തിൽ നടന്നു എന്നുള്ളതാണ്. അവന് എല്ലാ ഈ ഒഫൻസുകൾ, അവനെ എതിരായിട്ട് പറഞ്ഞ എല്ലാ കുറ്റങ്ങളും അവരോട് ക്ഷമിച്ചിട്ട് അവന് സഹോദരങ്ങളോടുള്ള എല്ലാ ബിറ്റർനെസ്സും എല്ലാ കയ്പും മാറ്റി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവം അവനെ അനുഗ്രഹിച്ചു, അവനെ ഉയർത്തിയതായിട്ട് കാണും. യേശുവിൻ്റെ ജീവിതത്തിലും ഇതുപോലെയാണ്. പാപികൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് യേശു വന്നത് തന്നെ. അതുകൊണ്ട് അവൻ്റെ മഹത്വം അതിൽ കൂടി വെളിപ്പെട്ടു. ഇന്ന് പല ആളുകളുടെയും വിവാഹം, ജോലി, റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ഈ നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യം ഈ ഉള്ളിലുള്ള കയ്പാണ്. അതൊരു കയ്പെന്ന് പറയുന്നത് ബിറ്റർനെസ് ഇസ് എ പോയിസൺ. അതൊരു പോയിസണാണ്. എബ്രായർ 12:15 വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെട്ട് ആരും ദുർനടപ്പുകാരനോ ഒരു ഊണ്ട ജ്യേഷ്ഠവാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരാതിരിക്കാൻ ചെയ്യാൻ കരുതിക്കൊള്ളി. സോ ബിറ്റർനെസ് എന്ന് പറയുന്ന ഒരു പോയിസണാണ്. നമ്മൾ സ്നേഹത്തിൽ നടന്നാൽ നമ്മുടെ ക്ഷമയുടെ ആത്മാവിനെയാണ് അത് പ്രദർശിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മളെ വിജയത്തിലേക്ക് നടത്തും എന്ന് നമ്മൾ മറന്നുപോയത്. പുതിയ നിയമത്തിലെ ഒരേ ഒരു കൽപ്പനയായിട്ട് തന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് 10 കൽപ്പനകളുണ്ടായിരുന്നു. യേശുക്രിസ്തു അത് ക്രോഡീകരിച്ച് 2 കൽപ്പനയാക്കി കൊണ്ടുവന്നു. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക. എന്നാൽ റോമർ 13 വരുമ്പോഴത്തേക്ക്, അപ്പോസ്തലൻ്റെ പഠിപ്പിക്കൽ വരുമ്പോഴത്തേക്ക്, റോമർ 13:8 മുതൽ പുതിയ നിയമത്തിൽ ഒരേ ഒരു കൽപ്പന എന്താണ്? നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അതിനകത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവ അടങ്ങിയിരിക്കുക.
സ്നേഹത്തിൽ അഗപ്പെ ലെവൽ നടക്കാം. ഇന്നത്തെ വിവാഹമോചനമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം തന്നെ അന്യോന്യം സബ്മിറ്റ് ചെയ്യാതെ, അനുസരിക്കാതെ സ്നേഹത്തിൻ്റെ അഭാവമാണ്. ഇത് ഫാമിലി ലൈഫിലെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്നേഹത്തിൽ വസിക്കുക. ഭർത്താവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഭാര്യയെ സ്നേഹിക്കുക എന്നുള്ളത്. ഭാര്യയുടെ ഉത്തരവാദിത്വമാണ് ഭർത്താവിനെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. വിധേയപ്പെടുന്ന ഒരു ഭാര്യയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവും, സഭയും കർത്താവും തമ്മിലുള്ള ബന്ധം, അതുപോലെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം മാര്യേജിലെ ദൈവം കാണിച്ചിരിക്കുന്നത്. സ്നേഹം, സെൽഫ് ഗിവിങ് ലവ്. ബട്ട് വാക്കിംഗ് ഇൻ ലവ് വിൽ കോസ് യു ടു ബ്ലെസ് അതേഴ്സ്. നിങ്ങൾ സ്നേഹത്തിൽ നടക്കുമ്പോൾ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. സോ വാക്കിംഗ് ഇൻ ലവ് ഈസ് ദ കീ ടു സക്സസ്. അതായത് ഈ സ്നേഹത്തിൻ്റെ ഒരു നിയമം അല്ല, സക്സസിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നടക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതങ്ങളിലെ സ്നേഹത്തിൽ നടക്കാനായിട്ട് നമ്മൾ പഠിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ സക്സസ് വരും. നിങ്ങൾ പ്രെയർ റിക്വസ്റ്റുകളൊക്കെ എന്നെ വിളിച്ച് പറയുന്ന പലരും അവർ പ്രതികൂലമാണ്, എവർ പ്രതികൂലമാണ്, അവരെന്തോ കൂടോത്രം ചെയ്തു, എവർ എന്തൊക്കെയോ ചെയ്തു, എല്ലാം ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. ഭാര്യ പോലും ഭർത്താവിനെ കീഴ്പ്പെടാനും സ്നേഹിക്കാനും പറ്റാത്തവർ. കാരണം ഉള്ളിലെ കയ്പിരിക്കുകയാണ്. അദ്ദേഹം വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധത്തിലായി. അവിടെ പ്രാർത്ഥനയും വിവേകത്തോടുള്ള പ്രവർത്തനവും സ്നേഹത്തിലുള്ള നടപ്പും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരും. ഈ പറയുന്നതൊക്കെ തന്നെ നിങ്ങൾ ആ പ്രതികൂല അവസ്ഥയിൽ പോലും സ്നേഹിക്കാൻ നിങ്ങൾ പഠിച്ചാലേ അവിടെ ഒരു സക്സസ് വരും. ഇതാണ് ദ ലോ ഓഫ് സക്സസ് എന്ന് പറയും. ഏകദേശം 15 ഐറ്റംസ് കഴിഞ്ഞ ഡിഫറെൻ്റ്, എനിക്ക് തോന്നുന്നു 10 എപ്പിസോഡുകളോളം ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 15 ലോസ്, സ്പിരിച്വൽ ലോസ് പറഞ്ഞു. ഈ ലോസ് എല്ലാം തന്നെ ഈ ദൈവത്തിൻ്റെ വചനത്തിന് അധീനപ്പെട്ടുള്ള ലോസാണ്. പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളതല്ല. ഇതെല്ലാം തന്നെ ആത്മീയ മണ്ഡലത്തിലെ ദൈവം അംഗീകരിക്കുന്നു, പിശാച് അംഗീകരിക്കുന്നു, മനുഷ്യർ അംഗീകരിക്കേണ്ടതുമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞു ഒരുപാട് ലോസ് ഉണ്ട്, മോറൽ ലോസ് ഉണ്ട്. ഈ മോറൽ ലോസ് എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന, ദൈവവചനത്തിൽ കൂടി അതെല്ലാം തന്നിരിക്കുന്ന, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്, അതെല്ലാം അനുസരിക്കേണ്ടതാണ്. എന്നാൽ അതിൽ ഇംപ്ലൈ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ചില നിയമങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ എഴുതി വെച്ചിട്ടില്ല, എന്നാൽ അതിനകത്ത് അതുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിലെ മിസ്റ്ററീസ് മനസ്സിലാക്കുമ്പോഴേ, ദൈവവചനത്തിൻ്റെ മിസ്റ്ററീസ്, അതുപോലെ സ്പിരിച്വൽ ലോസിലെ ചില പ്രോട്ടോകോൾസ് സ്പിരിച്വൽ തലത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഈ റൂൾസും റെഗുലേഷനും എല്ലാം അതിനകത്തുള്ളതാണ്. അവിടെ ഈ റൂൾസ് റെഗുലേഷനും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സക്സസ് വേണമെങ്കിൽ, ഇപ്പം ഞാനത് പറഞ്ഞ എക്സാമ്പിളാണ്, നമ്മുടെ ജീവിതത്തിലൊരു സക്സസ് വേണമെങ്കിൽ അവിടെ ഉള്ളൊരു കീ എന്ന് പറയുന്നത് സ്നേഹത്തിൽ നടക്കുക എന്നുള്ളതാണ്. അതായത് സ്നേഹത്തിൽ നടക്കുമ്പോഴേ അവിടെ ഒരു സക്സസ് വന്നു ചേരുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമ്മുടെ ജീവിതത്തിലൊരു മഹത്വം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജയൻറ്റിനെ അല്ലെങ്കിൽ വലിയൊരു വീര്യപ്രവൃത്തി നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫെയ്ത്തിൽ കൂടി നമുക്കൊരു വീര്യപ്രവൃത്തി ചെയ്യാം. വീര്യപ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവം നമ്മളെ മഹത്വമുള്ളതായിട്ട് എണ്ണുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് ഫേവർ ഈസ് കമ്മിങ് ടു യു. ഇതൊക്കെ ചില സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഇതിൽ നിന്ന് കൊണ്ടുവരുന്ന. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ നമ്മൾ ഹയറായിട്ടുള്ള റലത്തിലേക്ക് അച്ചീവ് ചെയ്യുവാൻ, വലിയ കാര്യങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ നമ്മൾ പ്രാപിപ്പാൻ ഇതെല്ലാം നമുക്ക് സഹായമായി തീരും. അവിടെ ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ റെവലേഷനായിട്ട് അവർ ലൈഫ് വിൽ ബി ഡിഫറെൻറ്റ്. ഇന്ന് കണ്ട ഒരു രീതിയല്ല, നാളെ നമ്മുടെ ജീവിതം ഒരു വ്യത്യസ്ത ജീവിതമാണ് എന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ സ്പിരിച്വൽ ലോസിനെ കുറിച്ച് ഞങ്ങൾ പഠിക്കുകയായിരുന്നല്ലോ. അനേകം സ്പിരിച്വൽ ലോസിനെ കുറിച്ച് പഠിച്ചു. ഇതെല്ലാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ മണ്ഡലത്തിലെ ഉന്നമനത്തിന്, കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, വിവേചിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് കർത്താവെ എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണം കർത്താവെ. അവർ ലൈഫ് ഈസ് എ ഡിഫറെൻറ്റ് വൺ. കർത്താവെ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിലും കർത്താവെ ഞങ്ങളൊരു ആത്മീയ രൂപിയാണെന്ന് മനസ്സിലാക്കി ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണം, ഇടവരുത്തണം. ആത്മീയ മണ്ഡലത്തിലുള്ള എല്ലാ നിയമങ്ങളും ഞങ്ങൾക്ക് ബാധകമാണെന്ന് ചിന്തിച്ച് ഞങ്ങൾ ജീവിപ്പാൻ കർത്താവെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങളിത് തുടർമാനമായി കാണുക. ഇനി അടുത്ത
പ്രോട്ടോക്കോളിനെ കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കും ആത്മീയ മണ്ഡലത്തിൽ. ഇതെല്ലാം നമുക്ക് ഒരുപാട് പ്രയോജനമാണ്. നിങ്ങളിങ്ങനെയുള്ള മെസ്സേജുകൾ സാധാരണ രീതിയിൽ നിങ്ങൾ കേൾക്കുന്നതല്ല. ദിസ് എ ഡിഫറെൻറ്റ് വൺ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കും. അത് മാത്രമല്ല, ദ നോളജ് വിൽ മേക്ക് യു ഗ്രേറ്റ് ഫ്രീഡം ആൻഡ് റിലീസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ അറിവുകൾ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസവും രൂപാന്തരവും സക്സസ്സും കൊണ്ടുവരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ നമ്പർ അയച്ചു തരിക. നമ്മൾ അതുപോലെ തന്നെ ഡീപ്പ് തിങ്സിന് വേണ്ടി, ഡീപ്പ് തോട്ട്സിന് വേണ്ടിയുള്ളൊരു വേറൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കുവാൻ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അത് കുറച്ചൊരു ലേറ്റർ ലെവലിൽ ഉള്ളവർക്കേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് വേറൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് താല്പര്യമുള്ളവർ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.